Hello guys, welcome back to the video. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 50,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സൈഡിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓളാക്കി ഇടുക. കൂടുതൽ പറഞ്ഞ് ഓർമ്മിപ്പിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഇതിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, വിവോ V40 Pro. സോ നിങ്ങൾ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഒരു കിടിലൻ പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K അൾട്രാ ആംലറ്റ് സ്ലിം 3D കർവ്ഡ് ഡിസ്പ്ലേയാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. 4500 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിന്റെ Dimensity 9200 പ്ലസ് ആണ്. സോ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ അവിടെയും 50 മെഗാപിക്സലാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിലെ എല്ലാ ക്യാമറയും 50 മെഗാപിക്സലാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി കിട്ടും. ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ബാക്ക് ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയിൽ ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറയിൽ നിന്നും ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ IP68 വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB RAM വേരിയന്റ് 49,999 rupees വരുന്നത്. സോ അണ്ടർ 50,000 rupees പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ് നമ്മുടെ ഈ ഒരു വിവോ V40 Pro. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഷവമിയുടേതാണ്, Xiaomi 40. സോ ഇതും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.36 ഇഞ്ചസിന്റെ 1.5K LTPO AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hzന്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതായത് ഇങ്ങനെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി. പിന്നെ 3000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ആണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണ്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ലൈക്കയുടെ ബ്രാൻഡിംഗ് ഒക്കെയാണ്. പിന്നെ 32 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4610 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ട്സിന്റെ ഹൈപ്പർ ചാർജിംഗ് ആണ്. 50 വാട്ട്സിന്റെ വയർലെസ് ടർബോ ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. IP68 സോ വെള്ളമൊക്കെ നനഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഓൺ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X പ്ലസ് UFS 4.0 ആണ് കിട്ടുന്നത്. സോ ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+ 512GB RAM വേരിയന്റ് 49,999 rupees വരുന്നത്. സോ 50,000 rupees താഴെ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺ ആണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ഇറങ്ങിയ സ്മാർട്ട് ഫോൺ ആണ്, നമ്മുടെ OnePlus 13R. ഇതും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. നേരത്തെ പറഞ്ഞ സെയിം ചിപ്സെറ്റ് ആണ്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 1600 nitsന്റെ ബ്രൈറ്റ്നസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സെയിം പ്രോസസറാണ്, നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 3. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. OIS-ന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ Dolby Atmos, ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, LPDDR5X പ്ലസ് UFS 4.0 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+ 256GB RAM വേരിയന്റ് വെറും 42,999 രൂപ മാത്രം. അപ്പോൾ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ 45,000 rupees താഴെ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. 50,000 rupees മേളിലാണ്. സോ 50,000 rupees മേളിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം നോക്കുക. അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്മാർട്ട് ഫോൺ തൊട്ട് നോക്കാവുന്നതാണ്. സോ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെതാണ്, സാംസങ് ഗാലക്സി S24. അതിനെപ്പറ്റി ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാനുള്ള നിങ്ങൾക്ക് അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.2 ഇഞ്ചസിന്റെ ഫ്ലാഷ് ഫുൾ HD പ്ലസ് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 2600 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ Exynosന്റെ 2400 ആണ്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി മെയിൻ ഹൈലൈറ്റ് ആയ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. OIS-ന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പ്ലസ് 10 മെഗാപിക്സൽ പ്ലസ് 12 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 12 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4000 mAhന്റെ ബാറ്ററി കിട്ടുന്നുള്ളൂ. 25 വാട്ട്സിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. 25 വാട്ട്സും സൂപ്പർ ഫാസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB RAM വേരിയന്റ് 57,999 rupees വരുന്നത്. സോ 58,000 rupees പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്.
താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെതാണ് iPhone 15. നിങ്ങൾക്ക് അറിയാമല്ല, ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞതിന് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാനുള്ള. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.1 ഇഞ്ചസിൻ്റെ OLED സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു പോക്കറ്റ് കയറുന്ന പ്രൈസിലും 60 ഹെർട്സ് തരുന്ന കമ്പനിയാണ് നമ്മുടെ ആപ്പിൾ. എന്തായാലും ചെയ്യും, എന്തായാലും 2000 ഹെർട്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ A16 ബയോണിക് ചിപ്പാണ്. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 3349 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 27 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്, 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. പിന്നെ IP68 വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 6+ 128GB ROM വേരിയൻറ്റ് 59,999 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് 60,000 റുപ്പീസിന് താഴെ ഒരു ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ iPhone 14 നോക്കാവുന്നതാണ്. നമ്മുടെ A15 ബയോണിക് ചിപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 128GB ROM വേരിയൻറ്റിന് 51,500 റുപ്പീസിനാണ് കിട്ടുന്നത്. സോ ഒരു 15,000 റുപ്പീസിന് ഒരു ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു ഐഫോണാണ്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്, iQ12. സോ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 2K LTPO AMOLED ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്, 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അല്ല, 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്യുവൽ ചിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3യും പിന്നെ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 iQൻ്റെ ഒരു ചിപ്പാണ്. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. സോ ഡ്യുവൽ ചിപ്സ് ഒക്കെ വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OISൻ്റെ ഒക്കെ സപ്പോർട്ടുണ്ട്. പ്ലസ് 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡും 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും ഒക്കെയാണ് വരുന്നത്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, വെറ്റ് ടച്ച് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റേ നനഞ്ഞ കൈയൊക്കെ വെച്ച് നീക്കുകയാണെങ്കിൽ സ്ക്രീന് വർക്കാവും, അതാണ്. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+ 256GB ROM വേരിയൻറ്റ് 45,999 റുപ്പീസിനാണ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ണുടച്ച് വാങ്ങാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ്. iQ12 പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQ13 ആണ്. യെസ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.82 ഇഞ്ചസിൻ്റെ Q10 2K ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്യുവൽ ചിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് തരുന്ന ചിപ്പ് സെറ്റാണ്. പിന്നെ നമ്മുടെ iQൻ്റെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q2 കൊടുത്തിട്ടുണ്ട്. സോ പെർഫോമൻസിന് ഒരു പൊളപ്പൻ സ്മാർട്ട് ഫോണാണ് നമ്മുടെ iQ13. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറ കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മെയിൻ ക്യാമറയിൽ നിന്ന് മാക്സിമം 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫി ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 വരുന്നത്. 7K അൾട്രാ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+ 256GB ROM വേരിയൻറ്റ് 54,999 റുപ്പീസിനാണ് വരുന്നത്. സോ 55,000 റുപ്പീസിന് കണ്ണു അടച്ചുകൊണ്ട് എടുക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ്. കിടിലം പെർഫോമൻസും നല്ലൊരു പൊളപ്പൻ ക്യാമറ ക്വാളിറ്റിയും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ ഇതിൽ നിന്നും കുറഞ്ഞ പ്രൈസിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ iQൻ്റെ 12 ഒരു നല്ല ചോയ്സ് ആണ്. സോ ഇതൊക്കെയാണ് 50,000 റുപ്പീസിന് ആവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസ് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ള ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ കാണും വരെ ബൈ.